आपकी मुनसफी से संसद नहीं चलेगी। मेरे यहाँ बोलने का क्रम मैं तय करूंगा। इस तरह से नहीं चलेगी संसद। ഈ വീഡിയോ കണ്ടല്ലോ, അമിത്ഷായുടെ കയ്യിൽ നിന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു വാങ്ങിയതാണ് എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ്. രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു തിരിച്ചു മറുപടി കിട്ടിയ വിഷയം സംസാരിക്കാതെ കയ്യിൽ നിന്ന് വഴുതി പോയതാണ്. പക്ഷേ ഇത് പറയാതിരിക്കാൻ തരമില്ല. സത്യത്തിൽ രാഹുൽ ഗാന്ധി ഈ ഒരു മറുപടി ചോദിച്ചു വാങ്ങിയതല്ല എന്ന് നമ്മളിൽ എത്ര പേര് സമ്മതിക്കും? ഇത് സത്യത്തിൽ ചോദിച്ചു വാങ്ങിയത് തന്നെയാണ്. രാജ്യത്തിന് ഉതകുന്ന രീതിയിൽ, രാജ്യത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിൽ രാഹുൽ ഗാന്ധി എപ്പോഴെങ്കിലും ഒരു വാക്ക് സംസാരിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു കാര്യം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ആ മൊഴിമുത്തായിട്ട് പുറത്തേക്ക് വരാനുള്ള സാധ്യതകളൊക്കെ കുറവാണ്. ഇനി ഇദ്ദേഹം ഇതിൽ കുറിച്ച് എന്താണ് ചോദിച്ചത് എന്നുള്ള വീഡിയോ കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം. इलेक्शन कमिश्नर्स को फुल इम्यूनिटी दी जाएगी। इसका पीठ में खत्म नहीं किया सर। इसके पीछे जो थिंकिंग थी वो हमें सबसे पहले बताएं। രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് വളരെ മാന്യമായിട്ട് അമിത്ഷാ പറയുന്നുണ്ട്, ഞാൻ ഇയാളുടെ അച്ഛനെ കുറിച്ചോ അമ്മയെ കുറിച്ചോ നെഹ്റുവിനെ കുറിച്ചോ ഇന്ദിരയെ കുറിച്ചോ എന്തിനധികം കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് പോലും സംസാരിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കുമെന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം ഇത്രത്തോളം വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാണ് എന്നാണ് അമിത്ഷാ ചോദിക്കുന്നത്. സത്യത്തിൽ അന്ന് പാർലമെന്റിൽ നടന്നത് എന്താണ്? നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കുമെന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ എംപിമാരെല്ലാം കൂടെ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം. നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കുമെന്ന് പറയുമ്പോൾ എന്തിനാണപ്പാ ഈ കോൺഗ്രസ്സുകാരെ പുറത്തേക്ക് പോകുന്നത്? അതിന് മാത്രം ദണ്ണം ഇവർക്ക് എന്തിനാണ്? രാഹുൽ ഗാന്ധിക്ക് ഈ ഒരു വിഷയത്തിൽ ദണ്ണം എന്തിനാണ്? SIR നടത്തുമ്പോൾ പോലും പുറത്താകുന്നത് ഈ നുഴഞ്ഞുകയറ്റക്കാരാണ്. ഈ നുഴഞ്ഞുകയറ്റക്കാർക്ക് വേണ്ടി രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും ഇത്രയും വാദിക്കുമ്പോൾ തന്നെ നമുക്ക് മുന്നിൽ സ്പഷ്ടമാകുന്നുണ്ട് എന്താണ് ഇവരുടെ ലക്ഷ്യം എന്നുള്ളത്. എന്തായാലും ഒരു ബ്രിട്ടീഷ് പൗരനായിട്ടുള്ള പപ്പുമോന്റെ രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, താൻ ഒരു രാജ്യവിരുദ്ധനാണ് എന്ന് അദ്ദേഹത്തിന് സ്വയമേവ തോന്നുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ വിഷയങ്ങൾ കൊണ്ട് എത്തിച്ചുവെങ്കിൽ അതിൽ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ നോക്കൂ, ഇദ്ദേഹം അമിത്ഷായെ കുറിച്ച് പറയുകയാണ്. അദ്ദേഹം ഉപയോഗിച്ചത് മോശം ഭാഷയായിരുന്നു. അദ്ദേഹത്തിന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നിങ്ങളെല്ലാം കണ്ടതാണ്. അദ്ദേഹത്തിന് വളരെയധികം മാനസികമായി സമ്മർദ്ദമുണ്ട്. അതാണ് പാർലമെന്റിൽ കണ്ടത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അദ്ദേഹം പരാമർശിച്ചില്ല, ഒരു തെളിവും നൽകിയില്ല. ഈ രാഹുൽ ഗാന്ധിക്ക് തെളിവ് ചോദിക്കൽ മാത്രമേ പണിയുള്ളൂ. അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഇദ്ദേഹത്തിന് എന്ത് കാര്യം ചെയ്താലും തെളിവ് കൊടുക്കണം. തെളിവുമായി ഇദ്ദേഹം വന്ന് ഒരു ആരോപണമെങ്കിലും കൃത്യമായി ഉന്നയിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ല. എല്ലാ തെളിവുകളും എല്ലാ കാര്യകാരണങ്ങളും സഹിതം കേന്ദ്രം ഭരണകൂടം ഒരു കാര്യം സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ കണ്ണും കൈയും എല്ലാം ചെവിയും എല്ലാം പൊത്തിക്കൊണ്ടിരുന്നിട്ട് ഇതൊന്നും ഞാൻ കേൾക്കില്ല, ഇതൊന്നും ഞാൻ കാണില്ല, ഇതൊന്നും ശരിയല്ല എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് പോകുന്നു. സത്യത്തിൽ അവിടെ ദോഷം ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വലിയ വിഘാതമായിട്ട് ഈ ഒരു മനുഷ്യൻ നിൽക്കുകയാണ്. സത്യത്തിൽ ഒരു സൂപ്പർ കോമാളിയായിട്ട് രാഹുൽ ഗാന്ധി മാറുന്നത് നമുക്കിവിടെ കാണാം. സത്യത്തിൽ അമിത്ഷായുടെ ഈ ഒരു സിംഹഗർജനം കണ്ട് രാഹുൽ ഗാന്ധിയാണ് ഞെട്ടിയത്. രാഹുൽ ഗാന്ധിക്ക് പിന്നെ വായിൽ നിന്ന് ഒന്നും പുറത്തേക്ക് വരാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിന്റെ കയ്യിലെ ധാർഷ്ട്യം അത് നീ അങ്ങ് കയ്യിൽ ചുരുട്ടിക്കൂട്ടി വെച്ചാൽ മതി, അത് ഇങ്ങോട്ടേക്ക് എടുക്കാൻ നിൽക്കണ്ട. കുറെ നാളായിട്ടുണ്ടല്ലോ ഇത് കാണുന്നു, ഈ പ്രഹസനം മുഴുവൻ കാണുന്നു. അപ്പോൾ ഇനി ആ ധാർഷ്ട്യം ഒന്ന് ഇങ്ങോട്ടേക്ക് എടുക്കാൻ നിൽക്കണ്ട എന്ന് തന്നെയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ അമിത്ഷാ പറഞ്ഞത്. അത് പറഞ്ഞുവെങ്കിൽ അതിൽ യാതൊരു തെറ്റും ഒരു മനുഷ്യനും കാണാൻ കഴിയില്ല. എന്തായാലും പാർലമെന്റിൽ നടന്നിട്ടുള്ള ഈ ചർച്ച, രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായ മറുപടി നൽകിയ അമിത്ഷാ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട സകല ചോദ്യങ്ങൾക്കും കോൺഗ്രസ് കൊണ്ടുവന്ന നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പാർലമെന്റിനെ കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നുഴഞ്ഞു കയറിയിട്ടുള്ള ബംഗ്ലാദേശികൾക്കും റോഹിംഗ്യൻ മുസ്ലിമുകൾക്കും വോട്ട് ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നുകൂടി അമിത്ഷാ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് നമുക്ക് കൃത്യമായി കാണാനും സാധിക്കുന്ന ഒന്നാണ്. ഈ വോട്ട് ചോരി ആദ്യം നടത്തിയത് ജവഹർലാൽ നെഹ്റു ആണ്, പിന്നീട് ഇന്ദിരാഗാന്ധി നടത്തുന്നുണ്ട്, പിന്നീട് രാഹുൽ ഗാന്ധിക്ക് ചോദ്യം എഴുതി കൊടുക്കുന്നയാൾ രാഹുൽ ഗാന്ധിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്ന എന്ന ഒരു ഉപദേശം കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിന്റെ പക്വമായ രീതിയിൽ ആ ഒരു ഉപദേശം നൽകുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ കളയുമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അത് പറയാം. ഇത് ചെവിയിലേക്ക് ഈയം കലക്കി
ഉരുക്കി ഒഴിച്ച അവസ്ഥയാണ് രാഹുൽ ഗാന്ധിക്ക്. അതായത് രാജ്യവിരുദ്ധമായിട്ടുള്ള എന്ത് കാര്യമാണെങ്കിലും അദ്ദേഹത്തിന്റെ ഈ ചെവിയിലേക്ക് കയറും. രാജ്യത്തിനുതകുന്ന ഒരു കാര്യം പോലും ഇങ്ങേരുടെ ചെവിയിലേക്ക് കയറിയതായിട്ട് ഇക്കണ്ട ആളുകൾക്കിടയിൽ ഞാൻ കണ്ടിട്ടില്ല. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും ഇത്രയുമൊക്കെ മറുപടി കേട്ടിട്ടും തൃപ്തനാകാതെ കൊച്ചുകുട്ടിയെ പോലെ ഇന്നലത്തെ ചോദ്യത്തിന് അമിത്ഷാജി മറുപടി പറഞ്ഞില്ല. അങ്ങനെയാ പറയുന്നത്. ഇന്നലത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല, ഈ കൊച്ചുകുട്ടികൾ പറയുന്നത് പോലെ. അപ്പൊ അങ്ങനെയാണ് പറഞ്ഞതോട് കൂടിയാണ് അമിത്ഷായ്ക്ക് പെരുവിരലേന്ന് കയറി വന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നാടൻ ഭാഷയിൽ അങ്ങനെയല്ലേ പറയാ. അങ്ങനെ ക്ഷമയുടെ ആണിക്കല്ല് ഇളക്കുന്ന തരത്തിൽ രാഹുൽ ഗാന്ധി പഠിച്ചു വെച്ചിട്ടുള്ള ചില രാഷ്ട്രീയ നേതാക്കളുണ്ട്. നമ്മൾ ചക്ക എന്ന് പറയുമ്പോൾ മാങ്ങ എന്ന് പറയും. എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമാണ്. പക്ഷെ അതിനെ മറികടന്ന് മറ്റൊരു കാര്യം പറയാൻ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി എങ്ങനെയാണ്, രാഹുൽ ഗാന്ധിക്ക് കൃത്യമായ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കുമ്പോൾ അദ്ദേഹം പറയും അവിടെ ഉത്തരം കിട്ടിയല്ലോ, അപ്പൊ ഇതിനെ മറികടക്കണം. അപ്പൊ പറയാം ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ആ ചോദ്യത്തിന് എന്താ ഉത്തരം പറയാതിരുന്നത് പറ എന്നാണ് ഒരു പാർലമെന്റ് സമ്മേളനത്തിൽ വെച്ചിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിന് ഇതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ഇത്രയും നാളായിട്ട് അദ്ദേഹം പാർലമെന്റിൽ വരുന്നുണ്ട്. ഇതിന്റെ കീഴ്വഴക്കങ്ങൾ അറിയാം, എന്താണ് അവിടെ നടക്കുന്നത് എന്നറിയാം. ഇതെല്ലാം അറിഞ്ഞിട്ടും വീണ്ടും വിവേകശൂന്യമായ രീതിയിൽ വികൃതി പിള്ളേരെ പോലെ അല്ലെങ്കിൽ വാശിക്കാരനായ ഒരു കൊച്ചുകുട്ടിയെ പോലെ കിടന്ന് ബാലിശമായിട്ടൊക്കെ പെരുമാറുന്നത് കാണുമ്പോൾ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകർക്ക്, മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് അസംബ്ലിയിലും പാർലമെന്റിലും 30 വർഷത്തെ പരിചയമാണ്. ഞാൻ ആദ്യം എന്താണ്, അവസാനം എന്താണ്, ഏത് ചോദ്യത്തിനാണ് ഉത്തരം പറയേണ്ടത് എന്ന് നീ തീരുമാനിക്കേണ്ട, അത് തീരുമാനിക്കുന്നത് ഞാനാണ് എന്നാണ് സത്യത്തിൽ ഗർജിച്ചുകൊണ്ട് അവിടെ അമിത്ഷാ പറയുന്നത്. അമിത്ഷാജിയിൽ നിന്നും വയറ് നിറച്ച് കിട്ടിയതോടുകൂടി രാഹുൽ ഗാന്ധിയും സഹ MP-മാര് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സത്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയൊരു ശാപം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രതിപക്ഷമാണ് എന്ന് പറയാതെ വയ്യ. മിക്കവാറും അടുത്ത് തന്നെ രാഹുൽ ഗാന്ധി പട്ടായയിലേക്കോ മലേഷ്യയിലേക്കൊക്കെ ഒരു പോക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇരിക്കട അവിടെ, ഞാൻ പറയുന്നത് നീ കേട്ടാ മതി എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിയോട് അമിത്ഷാ പറഞ്ഞത്. ഈ മറുപടി അല്ലാതെ നമുക്ക് ആർക്കും കേൾക്കും നമ്മുടെ മുമ്പിൽ വന്നിരുന്ന ഇത്തരത്തിൽ ബാലിശമായി പെരുമാറുന്ന ഒരാളോട്, സാധാരണ നിലയിൽ ബാലിശമായി പെരുമാറുന്ന ഒരാളോട് നമുക്ക് പെരുമാറാൻ കഴിയുമോ? ഇത് തന്നെയാണ് അവിടെ അമിത്ഷായും കണ്ടത്. എത്രയോ നാളുകളായിട്ട് പാർലമെന്റിൽ നമ്മൾ കാണുന്നതാണ് ബാലിശമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ യാതൊരു രേഖകളും ഇല്ലാത്ത അദ്ദേഹം ഉന്നയിച്ച വോട്ട് ചോരി പോലും, ഈ വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചെങ്കിൽ അതിന് കൃത്യമായി ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ തെളിവ് സഹിതം ഹാജരാക്കാൻ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞപ്പോൾ ഇതാണ് എൻ്റെ രേഖ എന്ന് പറഞ്ഞ മനുഷ്യനാണ്. പിന്നീട് ആ ഭാഗത്ത് കണ്ടില്ല. പിന്നീട് കണ്ടത് മലേഷ്യയിലാണ് കേട്ടോ, പട്ടായല്ല, മലേഷ്യയിൽ കുട്ടിനിക്കറും ഇട്ട് ബൈക്കിൽ കറങ്ങുന്ന രാഹുൽ ഗാന്ധിയെയാണ്. അപ്പോൾ എത്രത്തോളം ഒരു രാജ്യത്തോട് കൂറ് പുലർത്തുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇത്. എന്തായാലും ഈ പറയുന്ന രാഹുൽ ഗാന്ധി പട്ടായയിലേക്ക് പോകണോ മലേഷ്യയിലേക്ക് പോകണോ എന്നൊക്കെ അദ്ദേഹം പറയട്ടെ, അദ്ദേഹം തീരുമാനിക്കട്ടെ. പക്ഷേ തലവേദന ഉണ്ടാക്കാതെ ഈ ഒരു പാർലമെന്റ് സെഷൻ കഴിഞ്ഞു കിട്ടുകയാണെങ്കിൽ അത് വലിയ വലിയ ഉപകാരമായിരിക്കും രാജ്യത്തിനും നമുക്കും.